റഹീമുമായ അല്ലാഹുവേ, സാധുക്കളാണ് ഞങ്ങളെ മദനീയം കുടുംബത്തിലെ ഓരോരുത്തരെയും നീ സ്വീകരിക്കണേ അല്ലാ, നീ കബൂല് ചെയ്യണേ അല്ലാ. ഞങ്ങളെ മജ്ലിസിൽ പങ്കെടുത്തവരാരാണ്, അവരുടെ പേരെന്താണ്, അവരുടെ നാടേതാണ്, അവരുടെ വിഷയങ്ങൾ എന്താണ്, അവരുടെ പ്രശ്നങ്ങൾ എന്താണ്, പ്രയാസങ്ങൾ എന്താണ്, എല്ലാം അറിയുന്ന യജമാനനായ റബ്ബേ, ഓരോരുത്തരെയും നീ സ്വീകരിക്കണേ അല്ലാ, കബൂൽ ചെയ്യണേ അല്ലാ, ഇജാബത്ത് നൽകണേ അല്ലാ. അല്ലാഹുവേ, നീ പൊരുത്തപ്പെടണേ അല്ലാ. വലിയ ഇജാബത്തുള്ള മജ്ലിസായി ഞങ്ങളെ മജ്ലിസ് നീ സ്വീകരിക്കണേ റഹ്മാനേ. പോരായ്മകൾ മുഴുവനും പരിഹരിക്കണേ അല്ലാ. ഒരു കുതന്ത്രക്കാരുടെ കുതന്ത്രങ്ങളിലോ, ചതിയന്മാരുടെ ചതിയിലോ, വഞ്ചകന്മാരുടെ വഞ്ചനയിലോ ഞങ്ങളെ നീ പെടുത്തല്ലേ അല്ലാ. അവരുടെ കുതന്ത്രങ്ങളും അവരുടെ വഞ്ചനകളും അവരുടെ സർവ്വബലാകളും മുസീബത്തുകളും അവരിലേക്ക് തന്നെ നീ തിരിച്ചയക്കണേ അല്ലാ. ഒരു ചതിയന്മാരുടെ ചതിയിലും ഞങ്ങളെ നീ പെടുത്തിക്കളയല്ലേ റഹ്മാനെ. നീ ഞങ്ങൾക്ക് കാവലാകണേ അല്ലാ, ഇസ്സത്ത് നൽകണേ അല്ലാ, അന്തസ്സ് നൽകണേ അല്ലാ, അഭിമാനം നൽകണേ റഹ്മാനെ. ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത് ഏൽപ്പിച്ച എല്ലാ മുത്തുമൂമിനീങ്ങളുടെയും മുത്തുമൂമിനാത്തുകളുടെയും സർവ ഖൈറായ മുറാദുകളും നീ ഹസ്വലാക്കണേ അല്ലാ. ഞങ്ങളെ അതേ കന്യാനയിൽ പോയപ്പോൾ അവിടെ ബഹുമാനപ്പെട്ട എപി ഉസ്താദും മറ്റുമെല്ലാവരും അന്നത്തെ ഉറൂസ് മുബാറക്കിൽ പങ്കെടുത്ത് നേരെ പോയത് കലന്തറിന്റെ വീട്ടിലേക്കാണ്. അവിചാരിതമായിട്ടാണ് ഈ വിനീതനും ആ വീട്ടിലെത്തിയത്. അല്ലാ, അങ്ങനെ അവിടെ നല്ല ഭക്ഷണം കഴിച്ചു. കലന്തറിന്റെ ഉമ്മ വന്നിട്ട് സന്തോഷം പറഞ്ഞു, ഉസ്താദേ, എല്ലാ ദിവസവും മദനിയത്തിൽ പങ്കെടുക്കുന്നതാണ്. വലിയ സന്തോഷമായി ഉസ്താദ് വീട്ടിലേക്ക് വന്നപ്പോൾ അങ്ങനെ വളരെ സ്നേഹത്തോടെ സന്തോഷത്തോടെ ഞങ്ങളെ സ്വീകരിച്ച ആ പ്രിയപ്പെട്ട ഉമ്മ ഇന്ന് മരണപ്പെട്ടു എന്നറിഞ്ഞു. അല്ലാഹുവേ, ആ ഉമ്മയുടെ ഖബർ നീ സ്വർഗമാക്കി കൊടുക്കണേ റഹ്മാനെ. എല്ലാ സന്തോഷങ്ങളും ആ ഉമ്മാന്റെ ഖബറിൽ നീ നൽകണേ അല്ലാ. ഖബർ നീ വിശാലമാക്കണേ റഹ്മാനെ, സ്വർഗത്തിന്റെ വീടാക്കണേ അല്ലാ. ഈ മജ്ലിസിൽ വെച്ച് ഞങ്ങൾ ഓതിയ ഖുർആനും ദിക്റും സ്വലാത്തും എല്ലാം ആ ഉമ്മാന്റെ ഖബറിലേക്ക് നീ എത്തിക്കണേ അല്ലാ. പ്രത്യേകമായ രോഗങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അതേ സമയത്ത് അള്ളാഹുവിന്റെ ഖളായിൽ റബ്ബേ, നിന്റെ റഹ്മത്തിലേക്ക് ഉമ്മയാത്രയായി ഇന്നലെ വരെ ഞങ്ങളുടെ കൂടെ മജ്ലിസിൽ പങ്കെടുത്ത് ഖുർആനോദിയ ദിക്ർ ചൊല്ലിയ സ്വലാത്ത് ചൊല്ലിയ ഉമ്മയാണ്. അല്ലാഹുവേ, ആ ഉമ്മക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലാ. ഉമ്മ മരിക്കുമ്പോൾ മക്കൾക്കുണ്ടാകുന്ന വേദന, കലന്തറടക്കമുള്ള എല്ലാ മക്കളും, അതേ ഒരു മകള് വിദേശത്തുണ്ട്, എല്ലാ മക്കൾക്കും അല്ലാഹുവേ നീ വലിയ ക്ഷമ കൊടുക്കണേ അല്ലാ, വലിയ ക്ഷമ കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങൾ മരിച്ചുപോയ എല്ലാവരുടെ ഖബറും നീ സ്വർഗമാക്കണേ റഹ്മാനെ. നീ സ്വർഗത്തിന്റെ വീടാക്കണേ അല്ലാ. അല്ലാഹുവേ, പാവങ്ങളാണ് ഞങ്ങളെ ഉപ്പമാര്, ഞങ്ങളെ ഉമ്മമാര്, ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടവരെല്ലാം എല്ലാവരും പാവങ്ങളാണ്. മരിച്ചുപോയവരുടെ ഖബർ നീ സ്വർഗമാക്കണേ അല്ലാ. ജീവിച്ചിരിക്കുന്നവർക്ക് നീ നല്ല ദീർഘായുസ്സും ആഫിയത്തും ആരോഗ്യവും നൽകണേ അല്ലാ. നീ ഞങ്ങളെ ഏറ്റെടുക്കണേ അല്ലാ.
ഖബൂല് ചെയ്യണേ അല്ലാ, ഇജാബത്ത് നൽകണേ അല്ലാ. ഞങ്ങളിൽ ഒരാളെയും നീ വെറുതെയാക്കല്ലേ അല്ലാ. ഒരുപാട് സമയം ദുആ ചെയ്യണമെന്ന് വിനീതന് ആഗ്രഹമുണ്ട്. പക്ഷേ വളരെ പ്രധാനപ്പെട്ട ഒരു മീറ്റിംഗില് എനിക്ക് പങ്കെടുക്കേണ്ടതുള്ളത് കൊണ്ട് ഞാനാണെങ്കിൽ ഇന്ന് നല്ല ക്ഷീണിതനാണ്. കാരണം ഇന്ന് ഉച്ചക്ക് 2 മണി സമയത്ത്